ഉണ്ടാവുകയില്ല. ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കഴിവതും ആ രോഗിയുടെ റൂമിൽ ഇടിച്ചു കയറി ചെല്ലാതിരിക്കാനുള്ള മര്യാദയെങ്കിലും ഒന്ന് കാണിക്കത്തില്ലേ? അതാരും ചെയ്യാറില്ല. പിന്നെ കണ്ടുവരുന്ന ഒരു ഭയങ്കര പരിപാടിയാണ് കുറെ ജഡ്ജിങ് പാനലുകാര് ഈ പ്രായമായവര് കിടപ്പിലായ വീടുകൾ ഉണ്ടാവും. അതായത് അവര് ബെഡിൽ തന്നെ യൂറിനൊക്കെ പാസ് ചെയ്ത് അവരുടെ ഒന്നും രണ്ടും ഒക്കെ ബെഡിൽ തന്നെ സാധിച്ച് അതൊക്കെ വൃത്തിയാക്കുന്നത് മിക്ക വീടുകളിലും മരുമക്കൾ തന്നെയാണ്, അല്ലെ? മക്കളല്ല. അപ്പോൾ ഇങ്ങനെയുള്ള വീടുകളിലെ സന്ദർശകർക്ക് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. മരുമക്കൾ എങ്ങനെയാണ് അവരെ നോക്കുന്നത്, എന്തെങ്കിലും കുറവുണ്ടോ, മരുമകളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചെല്ലും. ഈ മക്കൾ തിരിഞ്ഞു നോക്കാത്തടത്തായിരിക്കും ഈ പറഞ്ഞ സ്വന്തം മോൻ പോലും ചെയ്യാത്ത കാര്യമായിരിക്കും ഒരു മരുമോള് ചെയ്യുന്നത്. പക്ഷെ അതൊന്നും ആൾക്കാർക്ക് കാണണ്ടല്ലോ. ചിലപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളുള്ള വീട്ടിലൊക്കെ അങ്ങനെയും ഞാൻ ആളുകളെ കണ്ടിട്ടുണ്ട്. അതായത് 1-2 വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഓടി നടക്കുന്ന വീടുകളിലൊക്കെ പ്രായമായ അപ്പനും അമ്മയൊക്കെ കിടപ്പിലായിട്ട് അവർ ഈ 2 പേർക്കും ഒരേപോലെ ശ്രദ്ധ വേണ്ടേ? അങ്ങനെയുള്ളിടത്ത് വളരെ സ്നേഹത്തോടെയും ആത്മാർത്ഥതയോടെയും ഈ വീട്ടിൽ ചിലപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകാൻ കിടക്കായിരിക്കും. എന്നാലും അവരൊന്ന് മൂത്രം ഒഴിക്കുമ്പോൾ അവിടെയല്ല ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അവരെ പരിചരിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ബന്ധുക്കൾ വന്നിട്ട് പറയും അടുക്കള നിറയെ പാത്രങ്ങൾ കൂടി കിടക്കുകയായിരുന്നു എന്ന് പറയും. ഇല്ലെങ്കിൽ അവർ പറയും ഏതൊരു പ്രായം അവർ കിടക്കുന്ന മുറിയിൽ ഒരു മൂത്രത്തിന്റെ മണം കാണാം. അവിടെ കസ്തൂരി ഗന്ധമൊന്നും അല്ല വരാൻ പോകുന്നത്. അവിടെ ഞങ്ങൾ ചെന്നപ്പം ഭയങ്കര മൂത്രമണമായിരുന്നേ. മൂത്രം ഒഴിച്ച് കിടക്കായിരുന്നു. ആ പെണ്ണിനൊരു വൃത്തിയില്ല കേട്ടോ എന്നൊക്കെ പറയുന്നത് ഞാൻ ഒരുപാട്